കാലൻ കസ്റ്റഡിയിൽ. അങ്ങനെ ഭാര്യയെയും പറക്കമുറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിട്ട ആ തന്തക്കാലനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷൈനിയുടെയും മക്കളുടെയും മരണമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും മരണത്തിന് ഉത്തരവാദികളായ ഭർത്താവിനെയും ഭർത്തൃ സഹോദരനെയും വീട്ടുകാരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിനെതിരെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രതിഷേധം ഇരമ്പുന്ന സാഹചര്യത്തിലാണ് ഏറ്റുമാനൂർ പോലീസ് ഷൈനിയുടെ ഭർത്താവ് നോബി ലൂക്കോസിനെ ഇന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. തൊടുപുഴ സ്വദേശി ചേരിയിൽ വലിയപറമ്പിൽ നോബി ലൂക്കോസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. നോബിയുടെ ഭാര്യയായ ഷൈനി കുര്യാക്കോസ്, മക്കളായ അലീന, ഇവാന എന്നിവരാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 5:20 കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസിന് മുന്നിൽ ചാടി മരിച്ചത്. നോബിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റുണ്ടാകും എന്നാണ് ലഭ്യമായ വിവരം. ഭർത്താവിന്റെയും ഭർത്തൃ സഹോദരന്റെയും വീട്ടുകാരുടെയും കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാതെ കഴിഞ്ഞ 9 മാസമായി ഷൈനി സ്വന്തം വീട്ടിലായിരുന്നു താമസം. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഷൈനി ഗാർഹിക പീഡനത്തിന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഷൈനിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി FIR രജിസ്റ്റർ ചെയ്യുകയും തുടരന്വേഷണത്തിൽ വളരെ ഗുരുതരമായ ഗാർഹിക പീഡനം നടന്നു എന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ തൊടുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ 1 ട്രയൽ നടക്കുന്നതിനിടയിലാണ് ഷൈനി കുര്യാക്കോസും മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന്റെ മുന്നിൽ ചാടി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കേസ് സംബന്ധിച്ച വസ്തുത ആദ്യം പുറത്തുവിട്ടത് i2 ന്യൂസ് ആയിരുന്നു. 1046/2024 ക്രൈം നമ്പറായി FIR രജിസ്റ്റർ ചെയ്ത കേസിൽ ഷൈനിയുടെ ഭർത്താവായ ചുങ്കം ചേരിയിൽ വലിയപറമ്പിൽ നോബി ലൂക്കോസിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയും IPC 498A, IPC 34 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും ഞങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ജ്ഞാനായ ബിഷപ്പിന്റെ ആവശ്യപ്രകാരം സ്ഥലം MLA കൂടിയായ മന്ത്രി വാസവന്റെ നിർദ്ദേശപ്രകാരമാണ് വൻ പോലീസ് സന്നാഹമെത്തി ഗാർഹിക പീഡന കേസിലെ പ്രതിക്ക് ആ പ്രതിയുടെ ശല്യം സഹിക്കവയ്യാഞ്ഞ് ആത്മഹത്യ ചെയ്ത ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ പോലീസ് പിടിച്ചെടുത്തു കൊടുത്തത് എന്ന ഗുരുതരമായ തെറ്റായിരുന്നു സംഭവിച്ചത്. i2 ന്യൂസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വസ്തുതകൾ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മലയാളികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാർഹിക പീഡനത്തിന് തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ 1 ട്രയൽ നടക്കുമ്പോൾ ആ കേസിലെ പരാതിക്കാരിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഭർത്താവിനും സഹോദരനും കുടുംബത്തിനുമെതിരെ ഇതുവരെ നടപടിയെടുത്തില്ല എന്നത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. നോബിയുടെ സഹോദരൻ ബോബി എന്ന പാതിരിക്കെതിരെ ഓസ്ട്രേലിയയിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാതിരിക്കെതിരെ അന്വേഷണം നടത്തണമെന്നും എത്രയും വേഗം നാട് കടത്തണമെന്നും ആവശ്യപ്പെട്ട് ഒരു മാസ് പെറ്റീഷൻ ഡയോസിയൻ ബിഷപ്പിനും വികാരി ജനറലിനും ജനങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. 10,000 ആ മാസ് പെറ്റീഷന്റെ ഭാഗമായി കഴിഞ്ഞു. കോടതിയിൽ സമർപ്പിച്ച FIS-ൽ ഷൈനിക്ക് നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. വളരെ ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ കേസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ ഭാഗത്തു നിന്നും ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നായിരുന്നു ഏറ്റുമാനൂർ പോലീസിന്റെ ഇന്നലത്തെ ഭാഷ്യം. പോലീസ് ഈ പ്രതിക്ക് മൃതദേഹം പോലും പിടിച്ചു പറിച്ചു കൊണ്ടു നൽകി എന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. സർക്കാരും പോലീസും ജ്ഞാനായ കത്തോലിക്ക സഭയുടെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങി ഈ കേസ് അട്ടിമറിക്കുകയാണെന്ന് വെളിവാക്കുന്ന സംഭവ വികാസങ്ങളാണ് മരണ ദിവസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അഭയ കേസിലും ഇതുപോലെ കോടികൾ വാരിയെറിഞ്ഞ് ഭരണ സംവിധാനങ്ങളെ ഉപയോഗിച്ച് സഭ രക്ഷപ്പെടുവാൻ നോക്കിയത് നമ്മൾ കണ്ടതാണ്. കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനയും മരിച്ചത്. ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പുള്ള പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം. പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത്. 9 മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലായിരുന്നു ഷൈനിയും മക്കളും താമസിച്ചിരുന്നത്. തൊടുപുഴ കോടതിയിലെ ഗാർഹിക പീഡന കേസ് കൂടാതെ ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടയിലായിരുന്നു ആത്മഹത്യ. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ വിശദമായി അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുവാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.